Hey, welcome to yet another episode of Be an Artist. അപ്പോൾ ഈ ബി ആൻ ആർട്ടിസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇതിന് മുമ്പുള്ള ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. അത് പോയി ചെന്ന് കണ്ടെന്ന് വെച്ചാൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ഓക്കെ, സോ ഈ എപ്പിസോഡിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രോയിങ് ചെയ്തത് കാളിദാസാണ്. ഡ്രോ ചെയ്ത ശേഷം അവൻ കോളേജിലേക്ക് പോയി. സോ ഈ ഡ്രോയിങ്ങിനുള്ള എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ തരാൻ പറ്റിയില്ല. സോ അവൻ ചെയ്യുന്ന ഡ്രോയിങ്ങിൽ ഞാനായിരിക്കും എക്സ്പ്ലനേഷൻ തരുന്നത്. Well, fine. But let's start our series. അപ്പോൾ നമ്മൾ എങ്ങനെ ന്യൂസ് വരയ്ക്കുക? ആദ്യം 2 ലൈന് വരയ്ക്കും. മുകളിൽ നിന്ന് താഴേക്ക് 2 ലൈന് ചെറിയ ബെൻഡോടെ വരയ്ക്കും. പിന്നെ താഴെ ഇങ്ങനെ 3 യു ചേർത്ത് വെച്ച പോലെ ഒരു വലിയൊരു W വരയ്ക്കും അല്ലേ. എന്നിട്ട് ആ ഡബ്ല്യുവിനെ എല്ലാത്തിനെയും കുറച്ച് ഹാർഡായിട്ട് ഡാർക്കൻ ചെയ്യും. പിന്നെ തോന്നുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ഫുൾ അങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് വയ്ക്കും. എല്ലാത്തിനെയും ഡാർക്കർ ചെയ്ത് ഫുൾ ഷെയ്ഡുമയമാക്കി വയ്ക്കും. പിന്നെ 2 സൈഡും ചിന്നിൻ്റെ ആ ലൈൻസ് വരയ്ക്കും. പിന്നെ കണ്ണിലേക്ക് പോകുന്ന 2 ബെൻഡും വരച്ച് വയ്ക്കും. കഴിഞ്ഞു. സോ ടു അവർ നോസ് ലുക്ക് ലൈക്ക് ദീസ് ആണോ? അല്ലല്ലോ, ഐ ഷോ യു ഹൗ എങ്ങനെയാണെന്ന്. നമ്മുടെ നോസ് ഡയറക്റ്റായിട്ട് റിയൽ പിക്ചറിൽ കാണുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ഒന്ന്, പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇല്ലയെന്ന് വെച്ചാൽ താഴെ ഒരു ചെറിയൊരു പ്ലസ് പോലെ അതിൻ്റെ നോസ് ടിപ്പാണ് ആ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് അല്ലേ. സോ അവിടെ നമ്മുടെ സെൻറ്ററിലുള്ള വലിയ ഇതുണ്ടല്ലോ, അത് വലിയൊരു റൗണ്ടായിട്ടും പിന്നെ 2 സൈഡുള്ള നോസ് ഹോൾസ് ചെറിയ 2 കുഞ്ഞു റൗണ്ടായിട്ടും വരയ്ക്കുക. സോ ഇതാണ് ഇതിൻ്റെ ഒരു അനാട്ടമി, ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്. ഒരു നോസിൻ്റെ ബേസിക് ഷേപ്പ് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും. സോ ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇന്നിവിടെ വരയ്ക്കുക. ഓക്കെ, അതിൻ്റെ സ്കെയിൽ എടുക്കുക, എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരയ്ക്കുക. ഈ ലെങ്ത് ആയിരിക്കും നമ്മുടെ നോസിൻ്റെ ലെങ്ത്. ഓക്കെ, എന്നിട്ട് താഴെ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഒരു ക്രൈസ്റ്റ് തിരിച്ച് വരച്ച പോലെ. എന്നിട്ട് താഴെ 2 മാർക്കിങ് ചെയ്യുക. ആ ലൈന് 2 ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നിന്നും 2 സൈഡിലേക്കും എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ ഈച്ച്, റൈറ്റിലേക്കും 1 ലെഫ്റ്റിലേക്കും 1 സെൻറ്റിമീറ്റർ ഈച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ആ 1 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, അതിൽ 2ലും ടച്ച് ചെയ്തിട്ട് വരയ്ക്കുന്ന പോലെ ഒരു സർക്കിൾ വരയ്ക്കുക. ആ സെൻറ്റർ പോയിൻ്റ് പ്ലസ് നടുവിലായിരിക്കും. ആ 1 സെൻറ്റിമീറ്റർ 2ഉം ടച്ച് ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് റൗണ്ട് സർക്കിൾ വരയ്ക്കുക. ഓക്കെ, എന്നിട്ടുണ്ടല്ലോ 2 സൈഡ് 2 കുഞ്ഞ് സർക്കിൾ വരയ്ക്കുക. ആ സെൻറ്ററിൽ നിന്നും ആ സർക്കിളിൻ്റെ എൻഡിലേക്ക് എത്രയാണോ ദൂരം അതിൻ്റെ നടുവിൽ ടച്ച് ചെയ്ത് പോകുന്ന പോലെ 2 സൈഡിലും 2 കുഞ്ഞ് സർക്കിൾ. ഓക്കെ, ഇവിടെ കാണുന്ന പോലെ തന്നെയാണ്, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. സോ നമുക്ക് ടോട്ടലി 3 സർക്കിൾസ് കിട്ടും താഴെ അല്ലേ. ജസ്റ്റ് ലൈക്ക് ദിസ്. ഒളിമ്പിക്സിൻ്റെ ഒരു ഇതുപോലെ എംബ്ലം പോലെ, ഓടി ഒളിമ്പിക്സ് അതുപോലെ. ഓക്കെ, എന്നിട്ട് വീണ്ടും സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നമ്മുടെ 2 സൈഡിൽ ജോയിനിങ് ഉണ്ടല്ലോ, 2 സർക്കിൾ സെൻറ്റർ സർക്കിളിൽ വന്ന് ടച്ച് ചെയ്യുന്ന ഭാഗത്തു നിന്ന് മുകളിലേക്ക് സെൻറ്ററിൻ്റെ ആ ലൈൻ്റെ സൈഡിലേക്ക് ചെറിയൊരു ബെൻഡോട് കൂടിയിട്ട് 2 ലൈൻസ് വരയ്ക്കുക. ഒരു ഷേപ്പിന് വേണ്ടിയിട്ടുള്ള ലൈൻസാണത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ 2 സർക്കിൾ 2 സൈഡും ഉണ്ടല്ലോ. സോ അതിൻ്റെ ഔട്ടറിന്ന് ഏറ്റവും എൻഡിൽ നിന്ന് 2 ലൈൻസ് മുകളിലേക്ക് വരയ്ക്കുക. ഇതിന് എത്ര ഹൈറ്റ് വേണമെന്ന് നമുക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, നോസിൻ്റെ ഹൈറ്റ്. സോ അത് എത്ര വേണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ചുമ്മാ ഒരു വെർട്ടിക്കലല്ല ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, സോ ആ ലൈന് മീറ്റ് ചെയ്യുന്ന ഔട്ടർ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ കണ്ണ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് ഐ അവിടെ നിന്നായിരിക്കും, ഇപ്പുറത്ത് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ലെഫ്റ്റ് ഐ. ഓക്കെ, സോ ആ ഒരു പോയിൻ്റാണ് ഐ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴെ നമ്മുടെ ആ സർക്കിൾ ഉണ്ടല്ലോ താഴെ വരച്ചത്, അത് നോസിൻ്റെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. സോ ഏകദേശം ഒരു W അല്ല, എന്നാലും നോസിൻ്റെ ഷേപ്പ് നമുക്ക് ആ സർക്കിളിൻ്റെ ഔട്ടറിലൂടെ വരച്ചാൽ തന്നെ കിട്ടും. എന്നിട്ട് നമ്മുടെ റെഫറൻസ് ലൈന് നമ്മൾ ഇത്ര നേരം വരച്ച് സെൻറ്ററിലൂടെ അലങ്കോലമായി കിടക്കുന്ന ലൈൻസ് മുഴുവൻ നമുക്ക് മായ്ച്ച് കളയാം. സോ ഇതാണ് നമ്മുടെ നോസിൻ്റെ ബേസിക് ഷേപ്പ്. ഓക്കെ, സോ ഇതിനകത്ത് തന്നെ ലൈറ്റ് ഇവിടെ നിന്നാണ് വരുന്നത് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട്. സോ ടോപ്പ് റൈറ്റ് നിന്നാണ് ലൈറ്റ് വരുന്നത്. സോ അതനുസരിച്ച് ലൈറ്റ് തട്ടാത്ത ഭാഗങ്ങളിൽ നമുക്ക് ബ്ലാക്ക് ആയിട്ട് കൊടുക്കാം. ഇയർബഡ്സ് യൂസ് ചെയ്യാം. ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് ഷെയ്ഡ്സ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക. നമുക്ക് കുറച്ച് പെൻസിൽ ഡാർക്ക് ചെയ്ത് വിടുക, എന്നിട്ട് ഇയർബഡ്സ് യൂസ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക.
നമുക്ക് പിന്നെ ലൈറ്റ് ഡയറക്റ്റായിട്ട് തട്ടുന്ന ഭാഗത്തിൽ നമ്മുടെ ഇറേസർ യൂസ് ചെയ്തിട്ട് അവിടെ മായ്ച്ച് കളയാം. എന്ന് വെച്ചാൽ അത് ഹൈലൈറ്റ് ആണ്. അവിടെ തട്ടിയെന്ന് വെച്ചാൽ അവിടെ റിഫ്ലക്റ്റ് അടിക്കും. റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഷെയ്ഡൊന്നും വരില്ലല്ലോ, അത് ഓൾറെഡി റിഫ്ലക്ഷനാണ്. സോ ആ ഭാഗത്ത് ഇറേസർ യൂസ് ചെയ്തിട്ട് മായ്ച്ച് കളയാം. വീണ്ടും ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക. ഡാർക്കാക്കുക, ബ്ലെൻഡ് ചെയ്യുക, ഇറേസർ യൂസ് ചെയ്ത് മായ്ച്ച് കളയാം. സോ അങ്ങനെ നമ്മുടെ താഴെ നോസിൻ്റെ ഏറ്റവും താഴെ ഒരുപാട് കുറച്ച് കൂടുതൽ ഡാർക്കാക്കാൻ ശ്രമിക്കുക, നമ്മുടെ നോസ് ഹോളുള്ള ഭാഗത്തൊക്കെ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ നോസ് വരിക അല്ലേ. സോ നോസിൻ്റെ ഷാഡോ അടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തും നമുക്ക് കുറച്ച് പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചിട്ട് നമ്മുടെ ഇയർബഡ് യൂസ് ചെയ്തിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ലിപ്സ് വരിക. ആൻഡ് ചുമ്മാ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വരച്ചെന്നേ ഉള്ളൂ, ഒരു ഡെമോ പോലെ. ലിപ്സിൻ്റെ ട്യൂട്ടോറിയൽ അടുത്തത് വരുന്നതായിരിക്കും, അടുത്തത് വെരി സൂൺ. ഓക്കെ, സോ ഇതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഔട്ടർ ലൈൻസും ലിപ്സും കുറച്ച് ബേസിക് ഷേപ്പ് ആഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇങ്ങനെയാണ് നോസ് ഫ്രണ്ടിൽ നിന്ന് വരയ്ക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് വരച്ച് തീർക്കാമെന്നുള്ള ഒരു ടെക്നിക്ക് മെത്തേഡ് എന്ത് വെച്ചാൽ പറയാം. സോ ഒരു പിക്ചർ ഫേസ് പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ നോസ് വരച്ചെന്ന് വെച്ചാൽ ആ കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പും ഒരു അടിപൊളി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ, യെസ്, കൂൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നോസ് അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റുന്നു. ദാറ്റ്സ് ഹൗ ഐ ബിലീവ്. സോ അടുത്ത വീഡിയോയിൽ വേറൊരു കാര്യം എങ്ങനെ വരയ്ക്കാമെന്നുള്ളതായിട്ട് ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ ബാങ്കർ കണ്ടന്റ്. ബൈ 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 ബൈ.